ശബരിമല തീർത്ഥാടന പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് ശരംകുത്തിയിലെത്തിയുള്ള ശരംകുത്തൽ. കല്ലുമുള്ളും ചവിട്ടി കാനനവാസനെ കാണാൻ ആദ്യമായി എത്തുന്ന എല്ലാ കന്യയ്യപ്പന്മാരും ശരംകുത്തിയതിനു ശേഷമേ അയ്യപ്പ ദർശനം നടത്താവൂ എന്നാണ് ഐതിഹ്യം. നിരവധി ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ ശബരിമലയിലെത്തുന്ന കന്യയ്യപ്പന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ് പരമ്പരാഗത പാതയിൽ സ്ഥിതി ചെയ്യുന്ന ശരംകുത്തിയിലെത്തിയുള്ള ശരംകുത്ത്. പമ്പയിൽ നിന്ന് മല ചവിട്ടിയെത്തുന്ന തീർത്ഥാടകർ ശരം കുത്തുന്നതിനായി മരക്കൂട്ടത്തു നിന്ന് വീണ്ടും പരമ്പരാഗത പാതയിലൂടെ നടന്നാണ് ശരംകുത്തിയിലെത്തുക. തീർത്ഥാടന കാലം ആരംഭിച്ച ശേഷം ദിവസവും നിരവധി കന്യയ്യപ്പന്മാരാണ് ശരംകുത്തിയിലേക്ക് എത്തുന്നത്. സ്വാമി ശരണമയ്യപ്പ, ഞങ്ങളെ പെരുമ്പാവൂരിൽ നിന്ന് വന്നതാണ്. രണ്ട് മക്കളെ കന്യയ്യപ്പന്മാരാണ്. ഞങ്ങളെ ശരംകുത്തിയിലെ മക്കൾ രണ്ടുപേരും ശരംകുത്തിയിൽ ശരം കുത്തിയാലാണ് സ്വാമിയുടെ ദർശനം പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ശരം കുത്തിയത്. ശരംകുത്തിയിൽ ശരമൊന്നും കണ്ടില്ലെങ്കിൽ ആ തീർത്ഥാടന കാലത്ത് കന്യയ്യപ്പന്മാർ ആരും തന്നെ മല ചവിട്ടിയിട്ടില്ലെന്നാണ് വിശ്വാസം. കന്യയ്യപ്പന്മാർ ആരും എത്താതിരുന്നാൽ ബ്രഹ്മചാരിയായ അയ്യപ്പന് മാളികപ്പുറത്തമ്മയെ വിവാഹം ചെയ്യേണ്ടി വരുമെന്ന വിശ്വാസവും ശരംകുത്തിയുമായി ബന്ധപ്പെട്ടുണ്ട്. കന്യയ്യപ്പന്മാർ എത്തിയോ എന്നറിയാനാണ് മകരവിളക്കിന് ശേഷം മാളികപ്പുറത്തമ്മ സർവാഭരണ വിഭൂഷിതയായി ശരംകുത്തിയിലേക്ക് ആറാട്ട് നടത്തുന്നതെന്നും വിശ്വാസമുണ്ട്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.